യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 135 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൂരവാനിൽ സൂര്യചന്ദ്രഗോളവും കടന്നു ഞാൻ പോയിടും പ്രിയന്റെ കൂടെ നിത്യമായി വാഴുവാൻ. ദൂരവാനിൽ സൂര്യചന്ദ്രഗോളവും കടന്നു ഞാൻ പോയിടും പ്രിയന്റെ കൂടെ നിത്യമായി വാഴുവാൻ. ഇന്നലെ ഞാൻ ഒന്നുമല്ലി മണ്ണിലെന്റെ പ്രിയരെ, ഇന്നലെ ഞാൻ ഒന്നുമല്ലി മണ്ണിലെന്റെ പ്രിയരെ, എങ്കിലും കരുതി എന്നെ കൺമണി പോൽ കാത്ത. ഇന്ന് ആത്മാവിന്റെ ഫലം രണ്ടാമത്തെ ഭാഗത്തേക്ക് 9 ഫലങ്ങളാണ് ആത്മാവിന്റെ ഫലങ്ങൾ ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ 9 ഫലങ്ങളെ 3 വീതം തരംതിരിക്കാവുന്നതാണ്. ആദ്യത്തെ 3 ഫലങ്ങൾ, ആത്മാവിന്റെ ഫലങ്ങളെ 3 ഭാഗങ്ങളായി തിരിക്കാം. ഒന്നാം ഭാഗത്തിലെ 3 അതെ, 1 സ്നേഹം, 2 സന്തോഷം, 3 സമാധാനം. ഈ 3 ഫലങ്ങളും ദൈവത്തിന്റെ അഭിമുഖമായ ഫലങ്ങൾ ആകുന്നു. എന്ന് പറഞ്ഞാൽ നാം ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ ഈ 3 ഫലങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. സ്നേഹം, സന്തോഷം, സമാധാനം. ഈ 3 ഫലം ദൈവ മുൻപാകെ നാം ആയിരിക്കുമ്പോൾ ഉണ്ടായിരിക്കണം. ഇല്ല എങ്കിൽ നാം ദൈവത്തിന്റെ സന്നിധി കടന്നു ചെല്ലുന്നത് കൊണ്ട് നമുക്ക് പ്രയോജനമില്ല. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഈ ഫലങ്ങളെ ദിവ്യ ഫലമായി നാം കാണണം. ദിവ്യ സ്നേഹം, ദിവ്യ സന്തോഷം, ദിവ്യ സമാധാനം. ഇത് ദൈവിക ഫലങ്ങളായിരിക്കണം. അതിനെ പറയുന്ന ദിവ്യ സ്നേഹം, അങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമുക്ക് 1 സ്നേഹം. എന്താണ് സ്നേഹം എന്ന് പറയുന്നത്? ക്രൂശിലെ സ്നേഹം. ആ സ്നേഹം നമുക്കുണ്ടായിരിക്കണം. നമുക്ക് വേണ്ടി 2 കള്ളന്മാർ നടുവിൽ തല ഒന്ന് ചായ്ക്കാൻ പോലും ഇല്ലാതെ വഴിയെ പോകുന്നവരൊക്കെ അപമാനിക്കപ്പെട്ടു. എന്ത്? നമ്മെ സ്നേഹിക്കുന്നതിന് വേണ്ടി. നമ്മുടെ കർത്താവേ ആ ക്രൂശിൽ കിടന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തേ? കൈവിട്ടതല്ല, മാനവജാതിയെ സ്നേഹിക്കുവാൻ ദൈവം തൻ്റെ പുത്രനെ യാഗമാക്കി. അതിൻ്റെ പേരാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. ആ ദൈവസ്നേഹം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ എന്ന് പറയുന്നത് സന്തോഷമാണ്. നമ്മളെപ്പോലെ സന്തോഷമുള്ളവർ ലോകത്തിലില്ല. എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും അനേകർ ആത്മഹത്യ ചെയ്യുന്നത്? പണത്തിന് കുറവാണോ? വിദ്യാഭ്യാസത്തിന് കുറവാണോ? ഒന്നുമല്ല. ജീവിതത്തിലെ സന്തോഷം നഷ്ടപ്പെടുമ്പോൾ എന്തിന് ജീവിക്കുന്നു, ജീവിതത്തിന് അർത്ഥമില്ലെന്ന് വിചാരിച്ച് ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങുന്നു. എന്റെ സന്ദേശം പല ആളുകൾ കേൾക്കാറുണ്ട് യൂട്യൂബിലൂടെയൊക്കെ. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അങ്ങനൊരു പാപചിന്ത, ഒരു ആത്മഹത്യയുടെ പ്രേരണ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് അവസാനിപ്പിച്ച് യേശുവിന്റെ സ്നേഹത്തിലേക്ക് വരിക എന്നൊരു സന്ദേശവും കൂടെ ഞാൻ അറിയിച്ചുകൊള്ളുന്നു. നമുക്ക് ലഭിച്ച സന്തോഷം എന്ന് പറയുന്നത് ലോകം
തരുന്ന സന്തോഷമല്ല. ലോകത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത് മായയാണ്, പെട്ടെന്ന് പോകും. ദൈവം തരുന്ന സന്തോഷം ലോകത്തിന് തരാൻ പറ്റുകയില്ല. നമ്മുടെ സന്തോഷത്തെ ലോകത്തിന് എടുത്തു കളയാൻ പറ്റുകയില്ല. നമ്മുടെ ജീവിതത്തിലെ സന്തോഷം ലോകത്തിന് എടുത്തു കളയാൻ വയ്യാത്ത അത്രമാത്രം പറ്റിച്ചേരുന്നതായ ഒരു പ്രവർത്തനമാണ് സന്തോഷം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ സമാധാനം. നമുക്ക് സമാധാനം വേണം. ഈ സമാധാനം എന്ന് പറയുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട് പറയാൻ. എനിക്ക് സമാധാനം ഉണ്ടെന്നൊക്കെ നമ്മൾ പറയും. എന്താണ് ഈ സമാധാനത്തിന്റെ അർത്ഥം? ഗതസമന മുതലേ പല കോടതികളിൽ മാറി മാറി വിസ്തരിച്ച കോടതികളിലൊക്കെ തന്നെ മർദ്ദിച്ചു. ഒരുപാട് മർദ്ദനം തനിക്കേറ്റു. ലോക ചരിത്രത്തിൽ ഇതുപോലെ തല മുതൽ പാദം വരെയും മർദ്ദനമേറ്റ ഒരു സംഭവമില്ല. നമ്മുടെ പ്രവാചകൻ പറയുന്നത് അവന്റെ അസ്ഥികളുടെ ബന്ധമെല്ലാം പോയി, അത് എണ്ണാം കണ്ടാൽ ആളില്ല എന്ന് വിരൂപമായി തീർന്നു. ഗസമന മുതലേ ഗോൽഗോത്ത വരെയും ഏതെല്ലാം നിലയിൽ അടി കൊള്ളാമോ, ഏതെല്ലാം നിലയിൽ അപമാനമേൽക്കാമോ അതെല്ലാം സഹിച്ച് തൻ്റെ സമാധാനത്തിന് ഒരൽപ്പം പോലും വ്യതിയാനമില്ലാതെ താൻ ആരാണ്? താൻ ദൈവമാണ്. ഇവരുടെ മുഖത്തുനിന്ന് ശരിക്കും നോക്കിയാൽ ഈ പടയാളികളും ഈ പുരോഹിതന്മാരും ഈ രാജാക്കന്മാരും ചാരമായി പോകത്തക്കവണ്ണം അത്ര പവറുള്ള നമ്മുടെ കർത്താവ്, ഇവരെ സ്നേഹിച്ച സ്നേഹം, അതാണ് സമാധാനം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത് സമാധാനമാണ്. യേശു ക്രൂശിൽ കിടക്കുമ്പോൾ വഴിയെ പോകുന്നവർ തലകുലുക്കിക്കൊണ്ട് മന്ദിരം പൊളിച്ച് 3 നാളുടെ വനതവനെ നിന്നെ രക്ഷിക്കുക എന്ന് അപമാനിച്ചു. എന്നിട്ടും യേശു അവർക്കെതിരെ മറുപടി പറഞ്ഞില്ല. നമ്മുടെ കർത്താവ് പറഞ്ഞത്, ഇവരുടെ പാപം ഇവരോട് ക്ഷമിക്കണമേ. ലോകം കണ്ട ഏറ്റവും വലിയ ക്ഷമാപണമായിരുന്നത്. ആർക്ക് വേണ്ടി? തനിക്ക് വേണ്ടിയല്ല, മാനവജാതിക്ക് വേണ്ടി ഏറ്റവും വലിയ ക്ഷമാപണമായിരുന്നു പിതാവിനോട്. ഇവരുടെ പാപം ഇവരോട് ക്ഷമിക്കണമേ. ആ സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എൻ്റെ സന്ദേശം കേൾക്കുന്നവരെ അനുഗ്രഹിക്കണമേ. ജീവിതത്തിലെ തകർന്നവരാണോ, നിരാശയുള്ളവരാണോ, രോഗികളാണോ, കടഭാരത്താലാണോ, ആകുല ചിന്തകളായി ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ സന്ദേശം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ സഹായിക്കണമേ. അവരെ സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഭാരതത്തിലൂടെ പ്രാർത്ഥിക്കുക. ഒരു ഉണർവുണ്ടാകാൻ പോകുന്നു. നിങ്ങളും അംഗമാകുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.